രാഹുൽ ഈശ്വർ ഇപ്പോൾ മോഹൻലാലിന്റെ ഖേദപ്രകടനം കണ്ടു. നമ്മൾ ഓർഗനൈസറിലെ 2 ലേഖനങ്ങളാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിൽ വളരെ കൃത്യമായി മോഹൻലാൽ സ്ക്രിപ്റ്റ് മുഴുവൻ കാണാതെ അല്ലെങ്കിൽ സിനിമ മുഴുവൻ കാണാതെയാണോ ഇത് റിലീസ് ചെയ്തത് എന്ന സംശയം ഓർഗനൈസർ ഉന്നയിക്കുന്നുണ്ട്. ഇവിടെ BJP നേതാക്കൾ പോലും കുഴപ്പമില്ല, പടം കാണട്ടെ, പടത്തിന്റെ വഴിക്ക് പോട്ടെ എന്നൊക്കെ ആദ്യം നിലപാടെടുത്തപ്പോൾ പോലും RSS ആണ് ഇതിനെ BJPയേക്കാൾ കൂടുതൽ ഗൗരവത്തോടെ എടുക്കും. അത് ഗുജറാത്ത് എന്ന് ഇപ്പോൾ ഗോദ്രയിൽ എന്താണ് സംഭവിച്ചതെന്ന് അത് അന്വേഷണങ്ങൾ നടന്നതാണ്. അതിൻ്റെ കുറ്റവാളികൾ ജയിലിലുണ്ട്. അതവിടെ നിൽക്കുമ്പോൾ പോലും അതിനെ വേണ്ട രീതിയിൽ പരിഗണിക്കാതെ ബാക്കി ഭാഗങ്ങൾ കാണിച്ചു എന്ന ആരോപണമാണ് RSS കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഗുജറാത്തിനെ തൊട്ടത് RSSനെ വലിയ തോതിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്നുകൂടിയാണോ ഈ 2 ലേഖനങ്ങളൊക്കെ മണിക്കൂറുകളുടെ ഇടവേളയിൽ ഒരു മലയാള സിനിമയെക്കുറിച്ച് ഓർഗനൈസർ പ്രസിദ്ധീകരിക്കണമെങ്കിൽ അവർ അത്രത്തോളം ഗൗരവത്തോടെ ഇതിനെ എടുത്തേക്കുന്നു? ഓർഗനൈസറിൽ ഒരു നിലപാട് വന്നതാണ്. എനിക്ക് തോന്നുന്നു ശ്രീ ലാലേട്ടന്റെ ഈ എന്താ പറയുക ഒരു ഖേദപ്രകടനം അദ്ദേഹം മാപ്പ് പറയുകയല്ല ചെയ്തത്, ഖേദപ്രകടനമാണ് ചെയ്തത്. അദ്ദേഹം അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പായിരിക്കണം മറ്റു കാര്യങ്ങളൊക്കെ എഴുതിയത്. എനിക്ക് തോന്നുന്നു ഇനി അങ്ങനെ ഒരു വിവാദത്തിന് സ്കോപ്പില്ല. കാര്യം ലാലേട്ടൻ എല്ലാവരെയും സ്വീകരിക്കുന്ന രീതിയിൽ ബാലൻസിങ് ഒരു നിലപാടെടുത്തു. എല്ലാവരെയും ആരെയും വിഷമിക്കാത്ത രീതിയിൽ അദ്ദേഹം അത് മുമ്പോട്ട് വെക്കുകയും ചെയ്തു. അതുകൊണ്ട് മുമ്പുള്ള കാര്യങ്ങളായിരിക്കില്ല ഒരു പക്ഷേ വരുന്നത്. അവർക്ക് തീർച്ചയായിട്ടും ഒഫൻഡഡ് ആകാൻ സ്പേസ് ഉണ്ട്. കാര്യം നേരിട്ട് BJPയെയും RSSനെയും ആക്രമിക്കുന്ന ഒരു സമീപനമായിരുന്നല്ലോ എമ്പുരാനുള്ളത്. എനിക്ക് തോന്നുന്നു ഇനിയും നിലപാടെടുക്കുന്നവരെല്ലാം ഈ റീ എഡിറ്റ് ചെയ്ത് ഈ 17 കട്ടുകൾക്ക് ശേഷമുള്ള എമ്പുരാൻ ഒന്നുകൂടെ കണ്ടിട്ടായിരിക്കണം നിലപാടെടുക്കേണ്ടത്. ലാലേട്ടനെ പോലെ മുതിർന്ന ഒരാളൊരു നിലപാടെടുത്ത സമവായത്തിന്റെയും ബാലൻസിന്റെയും പാതയിൽ എത്തിക്കുമ്പോൾ വീണ്ടും പഴയ ഇതിന്റെ പേരിൽ വീണ്ടും ഒരു നിലപാടെടുക്കുകയോ തർക്കം ഉണ്ടാകുകയോ ചെയ്യുന്നതിൽ യാതൊരു പ്രസക്തിയുമില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കൂടി യോജിപ്പുള്ള, ആർക്കും യോജിപ്പില്ലാത്തൊരു നിലപാടിലേക്ക് ലാലേട്ടൻ നമ്മളെല്ലാം എത്തിക്കാൻ കഴിഞ്ഞു. പൃഥ്വിരാജ് അടക്കം അത് ഷെയർ ചെയ്യുകയും മറ്റും ചെയ്യുകയുണ്ടായി. അപ്പോ ഇനിയും അതിലൊരു പ്രകോപിതരാകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണോ മുഴുവൻ രീതിയിൽ പോകുന്നത് സംശയമുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ അടിയിലുള്ള കമന്റുകളൊക്കെ കുറെയൊക്കെ രാഹുൽ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. ഇതുവരെ അദ്ദേഹത്തെ പിന്തുണച്ച ആളുകൾ പെട്ടെന്ന് കളം മാറുകയാണ്. ഇങ്ങനെ സംഘപരിവാറിന്റെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങി എന്ന നിലയിലുള്ള വിമർശന കുറിപ്പുകളൊക്കെയാണ്. അല്ല, തീവ്ര ഹിന്ദുത്വവാദികളും തീവ്ര ഇസ്ലാമിസ്റ്റുകളും തീവ്ര ഇടതുപക്ഷക്കാരും എന്ത് ചെയ്താലും ഹാപ്പി ആകില്ല. അതായത് ലാലേട്ടൻ ഇനി എന്ത് ചെയ്താലും ഈ നടുക്കും സെന്റർ നിൽക്കുന്നതും ബാലൻസ് നിൽക്കുന്നതും മധ്യം നിൽക്കുന്നതുമാണ് പ്രശ്നം. തീവ്ര ഹിന്ദുത്വവാദികളും തീവ്ര ഇസ്ലാമിസ്റ്റുകളും എന്തെങ്കിലും കാരണം ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നതിന്റെ ഇടയിൽ നിൽക്കുന്നവരെ ആക്രമിക്കും. പക്ഷേ ലാലേട്ടൻ വളരെ ഓർത്ത് ഏകദേശം ഒരു ദിവസം എടുത്താണ് ഈ പോസ്റ്റ് എഴുതിയെന്നുള്ളതാണ് ലാലേട്ടനോട് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. വളരെ ആലോചിച്ച് ഓരോ വാക്കുകളും ചെയ്ത് എല്ലാത്തിനും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പൃഥ്വിരാജിനെ ഒരു കാരണവശാലും കുറ്റം പറയാതെ, പൃഥ്വിരാജിനെ തള്ളി പറയാതെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുകയും അതിന് ഖേദമുണ്ടെന്ന് പറയുകയും എന്നാൽ അത് മാപ്പാകാതിരിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവരെയും അഡ്രസ് ചെയ്തുകൊണ്ട് പോസിറ്റീവായി വരുന്ന ലാലേട്ടൻ ഇതല്ലാതെ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു സിനിമയെ പൂർണ്ണമായും കടന്ന് ആക്ഷേപിക്കുന്ന രീതിയിൽ ഒരു നിലപാടെടുക്കണോ? അല്ലെങ്കിൽ അതിന് തനിക്ക് ആർക്കെങ്കിലും വേദന ഉണ്ടെങ്കിൽ പ്രശ്നമില്ല എന്നുള്ള നിലപാടെടുക്കണോ? ഏറ്റവും മികച്ച നിലപാടാണ് മോഹൻലാൽ മുമ്പോട്ട് വന്നിരിക്കുന്നത്. ആ നിലപാടിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. പിന്നെ ഈ തീവ്രതയുള്ളവർക്ക്, എക്സ്ട്രീമിൽ നിൽക്കുന്നവർക്ക് എന്ത് നിലപാടെടുത്താലും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യും. ശരി.